ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീ. രണ്ടാമത്തെ ധ്യാന ശ്ലോകം. ഈ 4 ധ്യാന ശ്ലോകങ്ങളും 4 തരത്തിലാണ് അമ്മയെ വിവരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ധ്യാന ശ്ലോകത്തിൽ ധ്യായേത് ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള അമ്മയെ? പത്മാസന സ്ഥാം, പത്മാസനത്തിൽ താമരപ്പൂവാകുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ. പത്മാസന സ്ഥാം, സ്ഥാം എന്ന് വെച്ചാൽ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന എന്നാണ് അർത്ഥം. പത്മാസനസ്ഥാം, ആ പത്മമാകുന്ന ആസനത്തിലിരിക്കുന്നവളെ, താമരപ്പൂവാകുന്ന ആസനത്തിലിരിക്കുന്നവളെ, വികസിത വദനാം, വിടർന്ന മുഖത്തോടുകൂടി, അതായത് വിടർന്ന മുഖം എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ മുഖത്തോടു കൂടിയിരിക്കുന്നവളെ, വികസിത വദനാം പത്മപത്ര ആയത അക്ഷീം, അതാണ് പത്മപത്രായതാക്ഷീം. പത്മപത്ര ആയത അക്ഷി, പത്മം എന്ന് വെച്ചാൽ താമര, പത്മം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്, പത്മപത്രത്തിൻ്റെ ആയതം അക്ഷീം, ആയതം എന്ന് വെച്ചാൽ നീണ്ടത്, ആ താമരപ്പൂവിൻ്റെ ഇതള് പോലെ നീണ്ട കണ്ണോട് കൂടിയവളെ, പത്മപത്രായതാക്ഷീം. ഹേമാഭാം, ഹേമാഭാം എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ നിറമുള്ള, ഹേമാഭാം പീതവസ്ത്രാം, സ്വർണ്ണ നിറമുള്ളവൾ. ഈ മഞ്ഞ വസ്ത്രങ്ങളും കൂടി അങ്ങ് ധരിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ രൂപം കണ്ടാൽ? ഹേമാഭാം പീതവസ്ത്രാം കരകലിത ലസത്, കരങ്ങളിൽ ലസത്, കരകലിതം എന്ന് വെച്ചാൽ കരങ്ങളിൽ ഏന്തിയ, ലസിതം ശോഭയാർന്ന, കരകലിത ലസത് കരങ്ങളിൽ ഏന്തിയ ശോഭയാർന്ന ഹേമപത്മം, ഹേമം എന്ന് വെച്ചാൽ സ്വർണം, അപ്പോൾ സ്വർണത്തിൻ്റെ പത്മം താമരപ്പൂ. കൈകൾ എങ്ങനെയാണ്? സ്വർണ്ണ കളറുള്ള താമരപ്പൂ പിടിച്ചിരിക്കുന്നവളെ. വര അംഗീം, വര ശ്രേഷ്ഠം, ശ്രേഷ്ഠമായ അംഗസൗഷ്ഠവത്തോടു കൂടിയവൾ, നല്ല ശ്രേഷ്ഠമായ അംഗഭംഗി ഉള്ളവൾ, അതാണ് വരാംഗീം. സർവാലങ്കാരയുക്താം, എല്ലാ അലങ്കാരങ്ങളും യുക്തമായിട്ടിരിക്കും. എങ്ങനെയൊക്കെ അലങ്കരിച്ചാലും അമ്മ നല്ല സുന്ദരിയായിട്ടിരിക്കും, അതാണ് സർവാലങ്കാരയുക്താം. സതതം അഭയദാം, നമ്മളെപ്പോൾ ചെന്ന് പ്രാപിച്ചാലും നമുക്കെപ്പോഴും അഭയം തരുന്ന സർവാലങ്കാരയുക്താം. സതതം അഭയദാം ഭക്ത നമ്രാം ഭവാനിം, ഭക്തന്മാർ നമിക്കുന്ന ഭവാനിം. ഭവാൻ ഭഗവാൻ, ഭവാനി അമ്മ, അങ്ങനെയാണ് അർത്ഥം പറയുന്നത്. അപ്പം ഭവാനിയെ, ഭവൻ എന്ന് വെച്ചാൽ ശിവൻ, ഭവാനി എന്ന് പറഞ്ഞാൽ ശിവ. ഭക്തനമ്രാം ശിവ ഭവാനിയും ശ്രീ വിദ്യാം, ഐശ്വര്യമാകുന്ന വിദ്യയെ തരുന്നവളെ. ശാന്തമൂർത്തിയും, ശാന്തയായിട്ടിരിക്കുന്ന മൂർത്തിമദ്ഭാവമേ, ശാന്തതയുടെ മൂർത്തിമദ്ഭാവം, ശാന്തമൂർത്തിം. സകല സുരനുതാം, എല്ലാ സുരന്മാരും ആശ്രയിക്കുന്നവൾ അല്ലെങ്കിൽ വന്ദിക്കുന്നവൾ. സകല സുരനുതാം സർവസമ്പത്ത് പ്രദാത്രിം, എല്ലാ വിധത്തിലുള്ള സമ്പത്തും പ്രദാനം ചെയ്യുന്നവളെ. സമ്പത്ത് എന്ന് പറയുന്നത് ഭൗതിക സമ്പത്ത് മാത്രമല്ല, ആത്മീയമായ സമ്പത്തും എല്ലാ ഭാഗ്യങ്ങളും നൽകുന്നവളെ. അങ്ങനെയുള്ള അമ്മയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം.